സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ തിരിച്ചതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഗോപികൃഷ്ണൻ, ബഹുമാനായ ഗോപികൃഷ്ണനോട്, അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ, ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി, എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. അപ്പോൾ അവിടുന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഞാൻ പറയാം ഡോക്ടർ അബ്ദുള്ള ബാസി, ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ഒരു ഭാഗം പറഞ്ഞല്ലോ, അതിലൊരു കാര്യം ഒന്ന് വിശദീകരിച്ച് താങ്കൾ വിശദീകരിച്ചോളൂ. അതായത് ലോകത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ അബ്ദുള്ള ബാസി, ഒരു സെക്കൻഡ്. കടുവയെ പിടിച്ചിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിൽ കണ്ടു. അല്ല, ഒരു സെക്കൻഡ്. താങ്കൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ച് വരുന്നതും ഈ സൂംബ നൃത്തവുമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാ ഞാനൊരു മറുപടി പറയട്ടെ. അല്ല, ആ ചെക്കനെ ഞാൻ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. എന്തുകൊണ്ട് സൂംബ മാത്രം? അത് താങ്കൾ പറയും. എന്തുകൊണ്ട് സൂംബ മാത്രം എന്നുള്ളതാണ്. അവിടെ എന്തുകൊണ്ടൊരു ഫ്രീ ചോയ്സ് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നാണ്. ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ്. കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ മുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? എന്റെ ചോദ്യത്തിന് മറുപടി, സൂംബ കളിച്ചാൽ എന്താണ്? അത് പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രമാണെന്നുള്ളല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സൂംബ കളിക്കില്ല എന്നാണ് പ്രശ്നം. സൂംബ മാത്രമാണോ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂംബ കളിക്കില്ല എന്നുള്ളതാണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? ആൺ പെൺ കൂടിക്കലർന്ന് അതാണോ നിങ്ങളുടെ പ്രശ്നം? അത് മാത്രല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ എടുക്കുന്നുണ്ട്. താനായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പക്ഷെ അതിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്നാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു നൃത്ത സംഗീത വ്യായാമ മുറ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതിനെയാണല്ലോ അതിന്റെ പ്രശ്നം. അതോ അല്പവസ്ത്രം എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഏത് സാംസ്കാരിക ഘടകത്തോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. നിങ്ങളുടെ പ്രശ്നം ഈ നൃത്ത പരിപാടി, ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത് പറയണം. യു കോൾ എ സ്പേഡ് എ സ്പേഡ്. അങ്ങനെ പറയൂ. അങ്ങനെ പറയാതെ പകരം നിങ്ങൾ വളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും. ഗവൺമെന്റ് എന്ത് ചെയ്തു? നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം, അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിലെ അർത്ഥമുണ്ട്. സൂംബ കളിച്ചാൽ എന്താണ് പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള ബാസി അതിന് മറുപടി പറഞ്ഞില്ല. ഉത്തരം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഉത്തരം പറയുന്നില്ല. മനസ്സില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. മനസ്സില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക. ആ കൊഞ്ഞനം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ? ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.